തൻ്റെ വാസസ്ഥലമായ പൂച്ചക്കൂടിന് മുമ്പിൽ മുകളിൽ കണ്ടെത്തിയ ഒരു മൊബൈലിനെ ചൊല്ലി ഉള്ള തർക്കമാണിത്. കറുപ്പും വെളുപ്പും 2 പൂച്ചകളാണ് ഇവിടുത്തെ അന്തേവാസികൾ. അവരുടെ കണ്ട ഈ മൊബൈൽ ആരുടേതെന്ന് അന്വേഷിക്കലാണ് അവരുടെ ചുമതല. അതിനാരാണ് നേതൃത്വം കൊടുക്കുക, അതാണ് അവിടുത്തെ തർക്ക വിഷയം. വെളുത്ത ആൾ പറഞ്ഞു ഞാൻ എടുക്കാമെന്ന്, കറുത്ത ആൾ പറഞ്ഞു ഞാൻ എടുത്തോളാം. എന്താണെങ്കിലും വേണ്ടില്ല, ചുറ്റുപാട് നിരീക്ഷിക്കുക തന്നെ. ആരെങ്കിലും ഇതിൻ്റെ ഇടയിൽ കൂടി കൊണ്ടുവന്ന് നിക്ഷേപിച്ചതാണോ? ആയിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വെളിയിൽ ആരെങ്കിലും ഇവിടെ വെച്ചിട്ട് പോയതാണോ? അതോ ഇനി വല്ല മൊബൈൽ ബോംബാണോ? ആർക്കും അറിഞ്ഞുകൂടാ. ഒരു കാര്യം തിരിച്ചറിയാം, ഇത് മുമ്പ് വഴി ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും തങ്ങളെ അപായപ്പെടുത്താൻ വെച്ചതാണോ? അതാണ് 2 പേർക്കും ചിന്താവിഷയം. അതിൽ അന്യോന്യം ആര് കാലുവാരും, അതാണ് അറിയേണ്ടത്. ഇതാ വെളിയിൽ കുറേ പേരിരിപ്പുണ്ട്. മഴ നനഞ്ഞാണ് ഇരിക്കുന്നത്. ഇനി അവരാരെങ്കിലും വെച്ചതായിരിക്കുമോ? അങ്ങനെയാകാനും സാധ്യതയുണ്ട്. കാരണം അവരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. അവരിതാ കമ്പിയിൽ കൂടി മുകളിലേക്ക് കയറി വരുന്നുണ്ട്. ഒരുപക്ഷെ ഇവരിൽ ആരെങ്കിലും അത് ചെയ്തതായിരിക്കാം. എന്താണെങ്കിലും കണ്ടുപിടിക്കുക തന്നെ, മറ്റു മാർഗങ്ങളില്ല. കാരണം ജീവിതമാണ് പ്രശ്നം. കുടുംബം കുട്ടിച്ചോറാകുന്ന പ്രവൃത്തിയാണ്. ഇതാരായിരിക്കും ചെയ്തിരിക്കുക? അറിയാൻ യാതൊരു മാർഗവുമില്ല. മഴയാണെന്ന് കരുതി അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? അതുമില്ല. അതുകൊണ്ട് അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇനി ഇയാളായിരിക്കുമോ? ആകപ്പാടെ നനഞ്ഞ ഒരു കോഴിയെപ്പോലെ കുത്തിയിരിപ്പുണ്ട് ഓലയുടെ മുകളിൽ. അയാൾ കൊണ്ടുവച്ചിട്ട് പോയതായിരിക്കുമോ? അങ്ങനെയും ആകാം. അയാളെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇനി വേറെ ആരെങ്കിലും ഈ ചെടിച്ചട്ടികളുടെ ഇടയിൽ എങ്ങും പതുങ്ങിയിരിപ്പുണ്ടോ? അവരായിരിക്കുമോ ഇത് കൊണ്ടുവന്ന് വെച്ചത്? അതും ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം ഈ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. എപ്പോഴാണ് വരിക, എപ്പോഴാണ് സംഭവിക്കുക പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം ഗുളികയ്ക്കകത്ത് വരെ ബോംബ് വെക്കുന്ന കാലമാണ്, അതും ടൈം ബോംബ്. എവിടെ നിന്ന് വേണമെങ്കിലും റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് അത് പൊട്ടിക്കാൻ കഴിയും. ഇനി വേറെ വല്ലവനും ഇവിടെ എങ്ങും ഒളിഞ്ഞിരിപ്പുണ്ടോ? ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണിത്. അന്വേഷിക്കുക തന്നെ. കണ്ണും ചെവിയും എത്രത്തോളം തുറന്നിരിക്കുന്നോ അത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ നടക്കുകയില്ല. അതും അറിയാം. അതിനി നോക്കാതിരിക്കാൻ പറ്റത്തില്ല. അവിടെ എന്തോ ഒരു അനക്കമുണ്ട്. ഒരുപക്ഷെ ആ മൂലയിൽ കൂടി എവനെങ്കിലും സ്ഥാപിച്ചിട്ട് അവിടെ പോയതായിരിക്കുമോ? അതറിയണമെങ്കിൽ ഒരു വഴിയുള്ളൂ. ഇവിടെ കയറി താഴേക്ക് നോക്കണം. അല്ലെങ്കിൽ ആ സൈഡിൽ കൂടി ആരുടെയെങ്കിലും മണമോ കാൽപ്പാടുകളോ എന്തെങ്കിലും ഉണ്ടോ എന്നറിയണം. അത് കണ്ടുപിടിക്കുന്നവരെ യാതൊരു സ്വസ്ഥതയുമില്ല. അല്ലെങ്കിൽ ജീവിതം അപകടത്തിലാകുമെന്ന് അറിയാം. മണത്ത് കണ്ടുപിടിക്കാൻ ഞങ്ങൾ പണ്ടേ വിദഗ്ധരാണ്. പക്ഷേ മഴക്കാലത്ത് മണം അത്ര ഭംഗിയായി കിട്ടണമെന്ന് നിർബന്ധമല്ല. മാത്രമല്ല, കള്ളൻ ഒരുപക്ഷെ മൊബൈൽ ഇവിടെ കൊണ്ടുവെക്കുന്നതിന് മുമ്പ് അയാൾ സോപ്പ് തേച്ച് കുളിച്ചിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ വേർപ്പിൻ്റെ മണമെല്ലാം കളഞ്ഞിട്ടാണ് വന്നെങ്കിലോ അത് പറഞ്ഞുകൂടാ. ഈ വഴിക്കാകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചത്. മണം പിടിച്ച് നോക്കുമ്പോൾ അയാൾ വന്നിരിക്കുന്നത് ആ പാരപ്പറ്റിനതിലെ ഒരു വഴിയുണ്ട്, അതിൽ കൂടിയായിരിക്കാം. ഈ കമ്പിയുടെ ഇടയിൽ കൂടെ കടന്ന് അയാൾ പോയിട്ടുണ്ടായിരിക്കും എന്നാണ് ബലമായ വിശ്വാസം. ഇവിടെയൊക്കെ അയാൾ സ്പർശിച്ചതായിട്ട് അറിയാൻ കഴിയും. നന്നായി മണമുണ്ട്. ആകാശ്മലൻ ഏത് വഴിക്കായിരിക്കും എത്തിയിരിക്കുക? ഒരു രക്ഷയുമില്ല. മാത്രമല്ല, ഇയാൾ ഇനി ഇവിടെ എവിടെയെങ്കിലും പങ്ങിയിരിപ്പുണ്ടെങ്കിലോ അതും ജീവൻ അപകടമാണ്. ഞങ്ങൾ പൂച്ചകൾ അതീവ ജാഗ്രതയുള്ളവരാണ്. ജീവനിൽ കൊതിയുമുണ്ട്. എലികളെ പിടിക്കൽ മാത്രമല്ല ഞങ്ങളുടെ കുലത്തൊഴിൽ. അത്യാവശ്യം വേണ്ട കള്ളന്മാരെ കണ്ടുപിടിക്കലും ഞങ്ങളുടെ തൊഴിലാണ്. രാത്രികാലങ്ങളിൽ പതുങ്ങി എവിടെയിരുന്നാലും ഞങ്ങൾ ആളുകളെ എത്തിപ്പിടിക്കും. പകലും അതുപോലെ, രാത്രിയും പോലും ഒരുപോലെ സേവനം നടത്താൻ താല്പര്യമുള്ളവരും കഴിവുള്ളവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് മനുഷ്യർ കാലങ്ങളായി ഞങ്ങളെ കൂടെ വളർത്തുന്നത്. വെറും എലിയെ പിടിക്കാനുള്ള സ്ഥിരം പല്ലവിയല്ല. ഇപ്പോൾ ഞങ്ങൾ എലിപിടുത്തം നിർത്തി. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം ടിന്നിലടച്ചതും കവറിലാക്കിയതും നെറ്റ് വഴി വാങ്ങാറുണ്ട്. ഇതാ 2 കശ്മലന്മാരവിടെ ഇരിക്കുന്നത്. ആദ്യമേ ഒരാളായിരുന്നു, ഇപ്പോൾ ഇതാ 2 പേരുണ്ട്. ഒരുപക്ഷെ 2 പേരും കൂടി ആക്രമണത്തിന് വന്നതാണെങ്കിലോ. മഴ തടഞ്ഞാണ് ഇരിക്കുന്നത്. ഇവിടെ ബോംബ് വെച്ചത് പൊട്ടുന്നത് കാണാൻ മഴയത്തിരിക്കുകയാണ്.
അവന്മാരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അവർ രണ്ടുപേരും വളരെ ജാഗ്രതയോടെയാണ് ഇവിടെ നോക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ ബോംബ് പൊട്ടിച്ച് ഇവിടെ മുഴുവൻ തകർക്കാനാണെങ്കിലോ പറയാൻ വയ്യ. മഴയത്തിരിക്കുന്നതുകൊണ്ട് അവന്മാർ പാവമാണെന്ന് ചിന്തിക്കാനും പറ്റത്തില്ല. ഒരു പക്ഷേ ചൂടും ശല്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ബോംബ് പൊട്ടിയാൽ രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും മഴവെള്ളത്തിലും മരിങ്ങനെ കുളിക്കുന്നത്. അതും പറയാൻ പറ്റത്തില്ല. മാത്രമല്ല ആ കമ്പിയിൽ കൂടി മുകളിലേക്ക് വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്താണെങ്കിലും അവർക്കും ഒരു കൈ ഇതിൽ ഉണ്ടായിരിക്കുമെന്ന് കരുതുന്നു. ഒരു പക്ഷേ ഏതെങ്കിലും സ്പൈ വർക്ക് നടത്തുന്നവരായിരിക്കും. പുള്ളിയും ഗവേഷണത്തിലാണ്. ഇതിലേ ആയിരിക്കാനും സാധ്യതയുണ്ട്. യാതൊരു തരത്തിലും അംഗീകരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഈ ചെടികളിൽ എവിടെയോ ഈ കശ്മീരൻ ബോംബ് വെക്കുന്നതിനായി ഇവിടെ വന്നിട്ടുണ്ട്. അയാളെ നമുക്ക് പൊക്കാതിരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ജീവൻ തന്നെ കുട്ടിച്ചോറാകും. എന്ത് ചെയ്യാൻ? ഇതാ വേറൊരുത്തനിരിക്കുന്നു. ഇവനെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവനും വളരെ അടുത്താണ്. എല്ലാവരും ഈ മൊബൈൽ ബോംബിലേക്കാണ് നോക്കിയിരിക്കുന്നത്. അവർക്കത് പൊട്ടുന്നത് കാണണം പോലും. അങ്ങനെ അവരെ വിടാൻ പറ്റത്തില്ല. ഇവനെ നമുക്ക് കസ്റ്റഡിയിലെടുത്ത് തന്നെ ബാക്കി കാര്യം. അതിനെത്ര തന്നെ ബുദ്ധിമുട്ട് വന്നാലും ഈ പണി പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ സ്കോട്ട്ലൻഡ് പരിശീലനം നേടിയതിനാണ് മിലോ ഇപ്പോൾ ആചരിക്കുന്നത്. അവൻ്റെ യജമാനി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം എളുപ്പം സോൾവ് ചെയ്യുമെന്നാണ്. പക്ഷേ അതും ഇവിടെയില്ല. അയാൾ സ്കോട്ട്ലൻഡിൽ പരിശീലനത്തിലാണ്. ഇവരെ ഇങ്ങോട്ട് അയച്ചതാണ്. അതിനിടയ്ക്ക് വാലിൽ കയറി ആരോ കടിക്കുന്നു. നാശം. കഴിക്കാൻ കണ്ടൊരു നേരം. എന്തൊരു കഷ്ടമാണത്. തലയിലും കയറി ചൊറിയാൻ തുടങ്ങിയിരിക്കുന്നു. ആരോ കാര്യമായിട്ട് വേല വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. മേലാസകലം ചൊറിയുന്നു. ഇനി എന്ത് ചെയ്യണം? ഒരു പിടിയുമില്ല. നമുക്ക് നോക്കാം. ഇവനോ അവരോ ആരെങ്കിലും ആയിരിക്കും ഇവനെ ആളുകൾ. അവരെ തപ്പിയെടുക്കുന്നവരെ ഇനി വിശ്രമമില്ല. കള്ളന്മാർ വന്നിരിക്കുന്ന ഒരു പക്ഷേ ഈ അടുത്ത പ്രദേശത്തൂടെയാണെങ്കിൽ അവർക്ക് കയറാൻ പറ്റുന്ന ഒരു സൗകര്യമുള്ള സ്ഥലമാണ് തെങ്ങ്. ഈ തെങ്ങിൻ്റെ മടലുകളിൽ കൂടി ആരോ ചവിട്ടിക്കയറിയ ലക്ഷണമുണ്ട്. അവിടെ ഗവേഷണം കള്ളന്മാരാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഇവന്മാരാരെങ്കിലും ആയിരിക്കാം ഇത് ചെയ്തത്. ഇപ്പോൾ കൂടുകൂട്ടുന്ന ഭാവത്തിൽ അനങ്ങാതെ അവരവിടെ വന്നിരിക്കുന്നു. അവരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അവരിത് മുഴുവൻ നിരീക്ഷിക്കുന്നുണ്ട്. ആരെയാണ് ഇക്കാലത്ത് വിശ്വസിക്കാൻ പറ്റുക? പൂച്ചകളുടെ ഒരു ഗതികേടെ. പൂച്ച സാമ്രാജ്യത്തിന് പാരവെക്കുന്ന ആരെയാണെങ്കിലും കണ്ടുപിടിച്ചേ മതിയാകുള്ളൂ. അതുവരെ ഞങ്ങൾ ആശ്രാന്ത പരിശ്രമത്തിലായിരിക്കും. നമുക്ക് കാത്തിരിക്കാം. ഗുഡ് ബൈ.